കരാർ ലഭിക്കാത്തതുമൂലം പ്രതിസന്ധിയിലാണ് വാട്ടർ അതോറിറ്റിയുടെ കരാറുകാർ. പലയിടത്തും പൈപ്പുകൾ പൊട്ടി ജലം പാഴാകുന്നത് പരിഹരിക്കാൻ പണമില്ലാത്തതുമൂലം കരാറുകാർക്ക് സാധിക്കുന്നില്ല. കഴിഞ്ഞ 18 മാസമായി വകുപ്പ് തങ്ങൾക്ക് നൽകേണ്ടതായ കരാർ തുക പൂർണ്ണമായി തന്നിട്ടില്ലെന്നും കരാറുകാർ പരാതിപ്പെടുന്നു. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകൾ പൊട്ടി ജലം പാഴാകുന്നതിനെതിരെ ഏതാനും ദിവസങ്ങളായി പരാതികൾ പ്രവഹിക്കുകയാണ്. വേനൽ കനക്കുന്നതോടെ ജലവിനിയോഗം വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പലയിടത്തും പൈപ്പുകൾ പൊട്ടി ജലം പാഴാകുന്ന കാഴ്ച പതിവായിരിക്കുന്നത്. എന്നാൽ വാട്ടർ അതോറിറ്റിയുടെ മെയിന്റനൻസ് ജോലികൾ കരാറടിസ്ഥാനത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന കരാറുകാർ ഫണ്ട് അനുവദിച്ചു കിട്ടാത്ത കാരണത്താൽ പ്രതിസന്ധിയിലാണ്. 2024 മാർച്ചിലാണ് അവസാനമായി മുഴുവൻ തുകയും ലഭിച്ചത്. ഇതിനുശേഷം കഴിഞ്ഞ 18 മാസമായി തുക ലഭിക്കുന്നത് വല്ലപ്പോഴും മാത്രം. ാകട്ടെ പൂർണ്ണമായും ലഭിക്കുന്നുമില്ല. 3 മാസക്കാലമായി 1 രൂപ പോലും ലഭിച്ചിട്ടില്ലെന്നും കരാറുകാർ വെളിപ്പെടുത്തുന്നു. 18 മാസമായിട്ട് യാതൊരു, അതായത് 2024 മുതലാണ് നമുക്ക് പെൻഡിങ് കിടക്കുന്നത്. അപ്പോൾ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് നമ്മൾ ഓരോ ദിവസവും വാട്ടർ അതോറിറ്റിയുടെ കരാറുകാർ ഇവിടെ വന്ന് സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി തന്നെ, അതായത് പണിക്കാരുടെയും മെറ്റീരിയൽസിൻ്റെയും പൈസ മുടക്കി തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇത് ഗവൺമെൻറ് തലത്തിൽ തന്നെ വളരെയധികം ഒരു ചർച്ചയാവേണ്ട ഒരു വിഷയമാണ്. കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ ഏകദേശം 10ഓളം കരാറുകാരാണ് വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി ജോലികൾ ചെയ്തിരുന്നത്. എന്നാൽ ചെയ്ത ജോലിക്ക് ലഭിക്കേണ്ടതായ പണം ലഭ്യമാകാത്തതിനെ തുടർന്ന് ഭൂരിഭാഗം കരാറുകാരും ജോലി അവസാനിപ്പിച്ച് മടങ്ങി. ഇപ്പോഴുള്ളത് വെറും 3 കരാറുകാർ മാത്രം. പൈപ്പ് ലൈൻ ലീക്ക്, പ്ലാന്റ് മെയിന്റനൻസ്, മെറ്റീരിയൽ സപ്ലൈ എന്നീ ജോലികളാണ് കരാറുകാർ ചെയ്തു വരുന്നത്. എന്നാൽ ഇത്തരം ജോലികൾ സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി ചെയ്ത ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടും വകുപ്പിൽ നിന്നും പണം തിരിച്ചു ലഭിക്കാത്ത കാരണത്താൽ ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണ് ഇവർ. പൈപ്പ് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ നന്നാക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സെക്ഷൻ, അതായത് എഇമാരുണ്ട്, അതിനുള്ള ഓവർസിയർമാരുണ്ട്, അതിനുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുണ്ട്. ഇപ്പം എന്ത് കാരണം കൊണ്ട് പൊട്ടി എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ അങ്ങനെ പോകാറില്ല. അതിപ്പോൾ നമ്മൾ എഇമാർക്ക് അവരോട് വന്ന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അങ്ങനെ കാര്യങ്ങളാണ്. നമ്മൾ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക. കഴിവതും വെള്ളം നിർത്താതെ തന്നെ, ഇപ്പോൾ ടൗണൊക്കെ ആണെങ്കിൽ കഴിവതും തന്നെ വണ്ടി നിർത്താതെ തന്നെ അന്ന് തന്നെ പണിത് തീർത്തു പോകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇത് ഇങ്ങനെ ഈ പൈസ ഇല്ലായ്മ, ഈ ഫണ്ടിൻ്റെ അപര്യാപ്ത ഇങ്ങനെ വരുന്നതോടുൾപ്പെടെ എല്ലാം നിലയ്ക്കാനാണ് സാധ്യത. ജോലികൾക്ക് ആവശ്യമായ JCB അടക്കമുള്ള നിർമ്മാണ യന്ത്രങ്ങൾ വാടകയ്ക്ക് എടുക്കേണ്ടി വരുന്നതും വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നതായി ഇവർ പറയുന്നു. പൈപ്പ് പൊട്ടി ജലം പാഴാകുമ്പോൾ ജനം പഴിക്കുന്നത് കരാറുകാരെയാണ്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ചെയ്ത ജോലിയുടെ പ്രതിഫലം കിട്ടാതെ അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് കരാറുകാർ. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.